ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയും മീരയും കൂടെ നേരെ ആ ഒരു ഇറച്ചിവെട്ടുകാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അയാളെ സോപ്പിടാണ് കേട്ടോ. കാരണം മീരയ്ക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് അയാളോട് തന്നെ പറയുകയാണ്, എങ്ങനെയെങ്കിലും നമുക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടൊന്ന് വരണമെന്ന്. അയാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹത്തിൽ നടക്കുന്ന ഒരാളാണ്, ചാൻസ് കിട്ടാൻ വേണ്ടി. ആ സമയത്ത് തന്നെയാണ് മീര വന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ മീര പറയുകയാണ്, നിങ്ങൾക്ക് നല്ല സിനിമയിലൊക്കെ നല്ല ഒരു അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഞാൻ വാങ്ങിത്തരാം. അതിന് മുമ്പേ ഒരു ട്രയലായിട്ട് ഒരു വീട്ടിൽ ഒരു ആവശ്യമായിട്ട് ഈ ചെറുതായിട്ടൊന്ന് അഭിനയിക്കണം. അതിൽ നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളെ ഞാൻ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ എന്ന് പറയാം കേട്ടോ. ഓ അത് ശരി, അങ്ങനെയുണ്ടോ, എന്നാൽ പിന്നെ ഞാൻ തയ്യാറാണെന്ന് പറയാം. അപ്പോൾ ആർക്കാ എന്താന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം മീര അയാളോട് പറയുമ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ എനിക്കങ്ങ് വയ്യേ, ഇതിലെന്തോ ഒരു തരികിടയുണ്ടല്ലോ. ഞാൻ നേരെ പോകുമെന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. ഇറച്ചിയൊക്കെ വെട്ടുമെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ കുറച്ച് മോഹമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള തരികിട പണി ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, അങ്ങനെ പറയരുത്, ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, അല്ലാണ്ട് ഇത് ആരെയും പറ്റിക്കുന്നതല്ല. ഇതിൽ നിങ്ങൾ നല്ലപോലെ വിജയിച്ച് കാണിക്കണം. ഇത് നിങ്ങൾ അഭിനയിക്കുന്നത് നമ്മൾ ക്യാമറ വെച്ച് ഒളിച്ച് ഷൂട്ട് ചെയ്തെടുക്കും, എന്നിട്ടേ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നോക്കത്തുള്ളൂ, എന്നിട്ട് നിങ്ങൾ സിനിമയിലേക്ക് പ്രിഫർ ചെയ്യുമെന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കുക കേട്ടോ. എന്നിട്ട് പറയാണ്ട് ഞങ്ങൾ അതിനു വേണ്ടി സാധനങ്ങളും സാമഗ്രികളും എല്ലാം കൊണ്ടുവരും, നമ്മൾ പറയും പോലെ നിങ്ങൾ അഭിനയിച്ച് കാണിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ. അങ്ങനെ അയാൾ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ മീരയും അതുപോലെ ശ്രുതിയും കൂടെ ഇനി എങ്ങനെയൊക്കെ ആയാലും ചിലവിന് 1,00,000 രൂപ വേണ്ടി വരും. ശ്രുതിക്കാണെങ്കിൽ കുറഞ്ഞതൊരു ബ്രേസ്ലെറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹം. എന്തായാലും വർഷയുടെ അമ്മ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് മലേഷ്യയിലുള്ള ശ്രുതിയുടെ അച്ഛനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ചെയ്യുമ്പോൾ അതിലും കൂടുതലാവണ്ടേ, അതുകൊണ്ട് തന്നെ പൈസയും വേണം. അങ്ങനെ അതും നമ്മുടെ മീര തന്നെ മീരയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമുക്ക് ആൻ്റണിയെ കാണാൻ പോകാമെന്ന്. അങ്ങനെ ആൻ്റണിയെ ചെന്ന് കാണുക കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ രേവതിയുടെ അനിയൻ ശരത്ത് ആൻ്റണിയായിട്ട് അവിടെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ അപ്പം തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ശരത്ത് ഇവരെ കണ്ടുടനെ എന്നിട്ട് വിചാരിക്കണുണ്ട്, ഇവർക്ക് എന്തിനാണ് ഇത്രയും രൂപയുടെ ആവശ്യം, മലേഷ്യയല്ലേ അച്ഛൻ, പണമുണ്ട്, ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞിരിക്കണം, പിന്നെ എന്തിനാ പലിശയ്ക്ക് എടുക്കണേ എന്ന് ശരത്ത് അകത്ത് നിന്ന് ആലോചിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുറമേ നിന്നും കൊണ്ട് അങ്ങനെ ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടെ ചേർന്നിട്ട് കാശൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരുണ്ടല്ലോ മഹേഷ്, ആ മഹേഷും അവിടെ വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് പലിശയൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യത്തിനാണ് അവിടെ വരുന്നത്. അപ്പോഴാണ് അവിടെ വെച്ചിട്ട് ശരത്തിനെ കാണുന്നു കേട്ടോ. അങ്ങനെ ശരത്തിനോട് ചോദിക്കുന്നു, നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ കോളേജിൽ പോകുന്നില്ല, ഇപ്പം ഇവിടെയാണോ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശരത്ത് അവിടെ ഉണ്ടെന്നുള്ള കാര്യം, ഈ ഒരു ആൻ്റണിയുമായിട്ട് ഭയങ്കര കൂട്ടാണ്, അവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം സച്ചിയെ നമ്മളെ മഹേഷ് അറിയിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ നേരെ ബ്രേസ്ലെറ്റും തുണികളും ഒക്കെ വാങ്ങി ആ ഇറച്ചിവെട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നേരെ ഇത് എൻ്റെ മാമനായിട്ട് തന്നെ അഭിനയിക്കണം, പിന്നെ മലേഷ്യ എന്നൊക്കെ വന്നാൽ ഒരാൾ എങ്ങനെയായിരിക്കും കാണാൻ, അതുപോലത്തെ ലുക്കായിരിക്കണം, സംസാരത്തിലും ഒക്കെ നല്ല സ്മാർട്ട്നെസ്സൊക്കെ വേണം കേട്ടോ. എന്നിട്ട് സുധിയുടെയും എല്ലാ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഫോട്ടോയൊക്കെ കാണിച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ മാമനായിട്ട് വീട്ടിൽ വന്ന് അഭിനയിക്കാനും കൊണ്ടുവന്ന സാധനങ്ങൾ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഏർപ്പെടുത്തിയിരിക്കുക കേട്ടോ. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലാണ് അവർ. ഈ സമയം ചന്ദ്ര വീട്ടിൽ ഭർത്താവിനോട് ഭയങ്കര സന്തോഷത്തിലിരുന്ന് പറയുന്നുണ്ട്, ശ്രുതിയുടെ മാമൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിക്കണം, ഏത് മാമൻ്റെ കാര്യമാണ് നീ പറയണേ? അല്ല, ശ്രുതിയുടെ മലേഷ്യയിലുള്ള മാമൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. ഓ അത് ശരി, വരുന്നുണ്ടോ? അതേ വരുന്നുണ്ട്, അതിൻ്റെ സന്തോഷത്തിലാണ്. എന്തായാലും നമുക്ക് പോകണ്ടേ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് അച്ഛമ്മയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കട്ടോ. ഇതേ സമയത്ത് നമ്മൾ രേവതി നേരെ സ്വന്തം വീട്ടിൽ പോയിട്ട് അമ്മേനെ ശരിക്കും വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ ഈ സമയത്ത് ഇപ്പം അങ്ങോട്ട് അമ്മ ഈ സാധനങ്ങളൊക്കെ പിറക്കി കെട്ടി വന്നത്? അമ്മയ്ക്ക് അവരുടെ സ്വഭാവം അറിയാത്തതാണോ? അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ ഇതൊക്കെ ഒരു ചടങ്ങല്ലേ, നിന്നെ കെട്ടിച്ച് വിട്ടുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീർന്നോ? ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടേ? പിന്നെ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ അവിടുത്തെ വർഷയുടെ അമ്മയൊന്നും വരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് വന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമുക്ക് സ്വർണ്ണമില്ല പണമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കുത്തി നോവിക്കുന്ന കണ്ടില്ലേ അമ്മ? ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തിനാ? നമ്മുടെ അവസ്ഥ വെച്ച് നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ മോളെ. നമ്മുടെ അവസ്ഥ വെച്ച് നമ്മൾ ചെയ്തു, അവരുടെ അവസ്ഥ വെച്ച് അവരും ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ തന്നെ രേവതി പറയുന്നുണ്ട്, അവർ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കൊരു സമാധാനമൊന്നും കൂടെ പറയുക. അപ്പോഴാണ് ശരത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ശരത്തിനും അത് നല്ല വിഷമമാവണുണ്ട്. അപ്പോൾ ശരത്ത് പറയണം, അമ്മ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അമ്മ എന്നോട് പറയാത്തത്, ഞാൻ കാശ് തരില്ലേ, സ്വർണ്ണം എന്തെങ്കിലും വാങ്ങിച്ചോട്ട് പോകൂടെ എന്ന് ചോദിക്കും. ആഹാ ശരത്തെ, നിൻ്റെ കയ്യിൽ എവിടുന്നാ കഴിച്ച്, നീ കോളേജിൽ പോകണം, നിനക്ക് എവിടുന്ന എന്ന് രേവതി ചോദിക്കുമ്പോൾ, ഓ അതിപ്പം ഞാൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, നിന്നോട് ഞാൻ, അതോ നീ ആൻ്റണിയുമായിട്ട് കൂട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ അയാളുമായിട്ട് ഒരു കൂട്ടുമില്ല,
പിന്നെ പാർട്ട് ടൈമായിട്ടൊക്കെ ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ട്, അങ്ങനെ കിട്ടുന്നതാ. എപ്പം വേണമെങ്കിലും റെഡിയാ ചേച്ചി, ചേച്ചിക്ക് വേണ്ടി അവിടെ പോയി നാണം കിടേണ്ട ഒരാവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അതുപോലെ ദേവവും പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി പറഞ്ഞത് അമ്മയോട് ഇപ്പം ഈ സാധനങ്ങളും കെട്ടിപ്പറിക്കൊണ്ട് അവിടെ പോകരുത് കേട്ടോ, വായിലിരിക്കുന്ന കേക്കൊന്നും. എന്നിട്ട്